നമ്മള് പെരുന്തട്ട പോകുമണ്ണ. അപ്പൊ നിങ്ങൾ വിചാരിക്കും അവിടെ അട്ട ഉണ്ടായിരിക്കുന്നു, പക്ഷെ അവിടെ അട്ട ഇല്ല ഗൈസ്. ഹായ്, നമ്മളിന്ന് പെരുന്തട്ടയിലേക്ക് പോവാണ് ക്ലാസ് കഴിഞ്ഞിട്ട്. ഇപ്പൊ നമ്മുടെ റൂംമേറ്റ്സ് എല്ലാരും ഉണ്ട്. ദാണ്ടെ ബാക്കിൽ ഹായ് ആണ് ഗൈസ്. ഹായ് ബൈ. പിന്നെ പിറകെ വരുന്നത് നമ്മുടെ കോളേജിൽ നമ്മുടെ ഫ്രണ്ട്സാണ്, പക്ഷെ എനിക്കറിയത്തില്ല എങ്കിലും നമ്മൾ പോവാലോ. അപ്പോൾ കുറച്ച് നടക്കാനുണ്ടല്ലോ ഇവിടുന്ന്, നല്ലൊരു കയറ്റം ഉണ്ട് കേട്ടാ. അപ്പം അതൊക്കെ കയറി നമ്മൾ പെരുന്തട്ട പോകുമണ്ണ. അപ്പൊ നിങ്ങൾ വിചാരിക്കും അവിടെ അട്ട ഉണ്ടായിരിക്കുന്നു, പക്ഷെ അവിടെ അട്ട ഇല്ല ഗൈസ്. അതെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ വിചിത്രമായ ശബ്ദം? നിങ്ങളത് കേൾക്കുന്നുണ്ടോ? അതെന്ത് ജീവിയാണ്? അതാണ് ബക്ക ബക്ക ജീവി. അതെ, അതിവിടെ എവിടെയെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ബക്ക ബക്ക എക്സ്പെർട്ട് പറയുന്നത് കേൾക്കൂ ഗൈസ്. ബക്ക ബക്ക ജന്തുവാണത്. കോഴി അവിടെ എവിടെ ഒരു ചീനിച്ചക്ക, എന്താ ചീനിച്ചക്കയാ? ചക്കല്ലേ? അതെ അതെ. ഓക്കെ, പാട്ട് ഫോണാണ് ഗൈസ്. ഇനി യൂട്യൂബിൽ നിന്ന് ഒരു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ട് നല്ല വ്യൂസ് ഒക്കെ കിട്ടിയിട്ട് വേണം എനിക്കൊരു ഐഫോൺ മേടിക്കാൻ. എന്നിട്ട് ക്യാമറ വാങ്ങിക്കണം, ക്യാമറ മേടിക്കണം, ട്രൈപോഡ് വാങ്ങിക്കണം, നമ്മളെ മാറ്റണം, ഇവിടെ മാറ്റി എനിക്ക് പുതിയ പാർട്ണറിനെ കണ്ടുപിടിക്കണം. എഗ്രിമെന്റിലൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി പെട്ടെന്നൊന്നും നടക്കില്ല, കേസ് കൊടുക്കും. ഓ, നമുക്ക് നല്ല ഒരു കാലാവസ്ഥയായിട്ടാ ഇപ്പൊ. മഴയൊന്നുമില്ല, വെയിലുമില്ല, മഴയുമില്ല. ആര്യ എന്ന് പറയുന്നത് ഭയങ്കര ഒരു മടിച്ചായ ഒരു കുലക്കല്ല, മടലി. മടിച്ചുകൾ. ഞങ്ങളുടെ കോളേജിലേക്കുള്ള വഴിയാട്ടോ. നമ്മളെ കോളേജിലുള്ള പിള്ളേർ എന്നും ഇത്രയും ദൂരം, ഇതിലും ദൂരം നടന്നിട്ടാണ് നമ്മളെ കോളേജിലേക്ക് വരാൻ. നമുക്ക് പിന്നെ ഹോസ്റ്റൽ അടുത്തായതുകൊണ്ട് അത്രയ്ക്ക് ദൂരം അറിയത്തില്ല. പക്ഷെ ഇത് എന്നാലും നടക്കാം. ഇവർക്ക് രണ്ടുപേർക്കും മടിയാണ്. ഇല്ല, എനിക്ക് മടിയൊന്നുമില്ല. 9:15 നിൽക്കുന്ന ഇവൾക്ക് എന്ത് പെട്ടെന്ന് ക്ലാസ്സിലേക്ക് എത്താൻ നല്ല ചിന്ത ഉണ്ടാകുന്നു. അതെ, ഇവിടെ ഡോഗ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? നമ്മള് മുന്നേറിക്കൽ, മരങ്ങളൊക്കെ മുറിച്ച് മാറ്റല്. ചുമ്മാ അല്ല ഗൈസ്, ഇവിടെ മഴ പെയ്യുന്നത് അല്ല, വെയിൽ കൂടിയത്, നമ്മൾ ചൂട് കൂടിയത് കാരണം നമ്മളിങ്ങനെ നമ്മുടെ പരിസ്ഥിതിയെ കൊല്ലുവാണ്. നമ്മൾ അതിനെതിരെ ഓക്കേടാ. അപ്പം നമ്മൾ അതിനെതിരെ പ്രതിരോധിക്കണം. സേവ് എർത്ത്, സേവ് ട്രീ. യെസ്, ഇതൊന്ന് പിടിക്കോ? യെസ് ഗൈസ്, അവിടെ കുറച്ച് ഡോഗ്സിനെ നിങ്ങൾ കാണുന്നുണ്ടോ? നമുക്ക് ഇങ്ങോട്ടാ പോകണ്ടേ? പെരുന്തട്ട. കൂടെ പറയൂ, പെരുന്തട്ട. ഹായ്, നമ്മളിപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താറായി ഗൈസ്. വളരെ അതിമനോഹരമായിട്ടുള്ള എന്താണ് പ്ലേസാണ്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നമ്മൾ കുറച്ചും കൂടി നടക്കണം കേട്ടോ. ഇനിയൊരു കയറ്റം കയറിയിട്ട് അങ്ങോട്ട് നടക്കുമ്പോൾ ഒരു സ്കൂളുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തും. ഓക്കെ, നമുക്കിപ്പോൾ നടക്കാം. അത് നാന്താ. പക്ഷെ ശരിക്കും അങ്ങനെ വരുമ്പോ അവിടെ നല്ലൊരു ഗ്രൗണ്ട് ഒക്കെ കാണുന്നുണ്ട്. നല്ല രസമാണ്. അപ്പൊ അവിടെ കൂടെ വന്നാ പോരെ? കാണാലോ. അവിടെ പോയിണ് വന്നിട്ടില്ലേ? പോകുമ്പോ വേറെ വരുമ്പോ വേറെ. ഓക്കെ, നമ്മൾ എത്താറായി ഗൈസ്. ഇനി മൊത്തം നമ്മൾ കാണുന്നത് തേയിലത്തോട്ടായിരിക്കും. പശുമ്പ. പിന്നെ തേയിലത്തോട്ടങ്ങളായിരിക്കും കാണുക. നമുക്ക് എല്ലാം കണ്ട് ആസ്വദിച്ചു പോവാം. ഓക്കെ, റെഡ്
പശുവിനല്ല, അത് കാളയ്ക്കാ. പറയാൻ പറ്റില്ല അത് കാളെ, പക്ഷെ എനിക്ക് അപ്പം ഇങ്ങനെ അതിൻ്റെ സെക്സ് ഒന്നും ഗൈസ് അത് നോക്കൂ ഗൈസ്. കേറാൻ വയ്യാത്ത 2 കുട്ടികൾ വരുന്നുണ്ട് ഗൈസ്. ഞാൻ ഇവരെ തന്നെയാണോ എടുക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ക്യാമറയിൽ ഇട്ടാ പോരെ? അതിനിത് വരണ്ടേ? അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോ ഓഫ് സെക്കൻഡ് കാര്യം പറഞ്ഞ് ചിരിക്കുന്നു. നമുക്ക് കട്ട് ചെയ്യാം. ഇത് ഓണായതുകൊണ്ട് ഇവിടെ കവല, നല്ല രസമുണ്ടല്ലേ ഗൈസ് ഇങ്ങനെ. ഇനി ഇവിടെ ഒരു കവല. നീ മുന്നിൽ റെഡി താവരവാ അണ്ണാറ ഇതാ വരവാ. ഓക്കെ ആൻഡ് ഇപ്പം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഇനി ഞാൻ ആ ഒരു സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ സർപ്രൈസ് പൊട്ടിക്കുകയാണ് ഗൈസ്. നമ്മളെങ്ങോട്ടാണ് വന്നത്, ആ ഒരു വിഷ്വൽ ബ്യൂട്ടി നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോവുകയാണ്. ഓക്കെ കണ്ടോ ഗൈസ്, നല്ല രസമുണ്ടല്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇപ്പോൾ നമ്മളെത്തി, നമ്മുടെ സ്ഥലത്തെത്തി. കണ്ടോ ആ നിഴലുകൾ, ഞാനും ആര്യയുമാണ്. എന്നിട്ട് നമുക്കെല്ലാം പാട്ട് പാടാം. ആദ്യം കണ്ടു നമ്മൾ യാരത് ഫോട്ടോ എടുക്കുമോ? അവിടുത്തെ വഴിയുണ്ട്. സൂര്യചേച്ചി കാണുമോ? എവിടെ ചെമ്പാത്തി? ഇവിടെ ലോക്ക് എനിക്കറിയില്ല, ഇത് ലോക്ക് എനിക്കറിയില്ല. എനിക്ക് ചെമ്പ്ര പോകണം. മീറ്റു വാ മീറ്റു പോകുമ്പോൾ ഇങ്ങനെ ഒരോട്ട് കൊണ്ടുപോകും. ഞങ്ങൾ കൊണ്ടുപോകണം. പക്ഷെ നിങ്ങളൊക്കെ ആകെ ഇരുണ്ട് കൂടിയിട്ടത് മാത്രം അവിടെ നല്ല രസമുണ്ട്. നമ്മള് അതിലേക്കൂടെ ഇങ്ങനെ ഇറങ്ങി 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 ഇവിടെ വരെ വന്നു. ഒരു മിസ് ക്ലാസ്സിൽ വന്ന് വലിയ ഡയലോഗ് എടുത്തതാട്ടോ. ഞങ്ങൾ 2ാമത്തെ നേരാണ് പഠിച്ചിരുന്ന സമയത്ത്. അപ്പൊ എന്താണ് നമുക്ക് അമ്പിളിയുടെ കഥ കേൾക്കാം. ഡിഗ്രി പഠിക്കുമ്പോ അപ്പൊ മിസ് പറഞ്ഞു ചൂട് ഉയരം കൂടുന്തോറും ചൂട് കൂടുന്നു. അപ്പൊ ഞങ്ങളെല്ലാം ഉയരം കൂടുന്തോറും തണുപ്പല്ലേ കൂടും മിസ്. അപ്പൊ മിസ് പറയാം ആ ചൂടും കൂടും. മിസ്സിന് ശാസ്ത്രീയ വശങ്ങളൊന്നും അറിയില്ല. ചിലപ്പോ ചൂടും കൂടിയിരിക്കും. ഇവിടെ നല്ല ചൂടല്ലേ? അങ്ങനെയല്ല, ചൂടുള്ള സമയത്ത് നമ്മൾ ട്രോപ്പോസ്ഫിയറിലേക്ക് കയറും തോറും. നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്താണ് അഭിപ്രായം? എല്ലാവരും കമന്റ് ചെയ്യണം. നമുക്ക് വിദഗ്ധരുടെ അഭിപ്രായം ആരായോ? ഇതാണ് മല, പാറ. ഇപ്പൊ കാണുന്നുള്ളൂ. നല്ല ഭംഗിയുണ്ട്. അവിടെ മഴ പെയ്യുന്നത് കാണാൻ നല്ല രസമായിരിക്കും. മഴ പെയ്താൽ പാറയുടെ മേലെ കൂടെ ഇങ്ങനെ വെള്ളം പോകും. അത് ആലോചിച്ചൊക്കെ 2 പാറയുടെ നടുക്ക് കൂടി വെള്ളച്ചാട്ടം ഉണ്ടെങ്കിലോ. ഇവിടെ നെല്ലിന്റെ ഫോൺ. നമ്മളിപ്പോ ഇവിടുന്ന് പോകാം. നമ്മൾ വ്ലോഗ് ലൈവാന്നൊന്നും പറയണ്ട. അതെ, നമ്മളെത്തി. എന്നിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. നമ്മൾ കണ്ടു, നല്ല രസമുണ്ടായിരുന്നു. സൂപ്പർ അല്ല, നിങ്ങളെല്ലാവരും വരുമ്പോൾ നമുക്ക് ഫ്രീ കോസ്റ്റ്ലി ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ. അവിടെ മേഘങ്ങൾ പഞ്ഞിക്കെട്ട് പോലെ നമ്മൾ സ്വർഗത്തിൽ കാണാൻ നല്ല രസമുണ്ട്. ബ്യൂട്ടിഫുൾ. സോ ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ട് നേരെ നമ്മൾ വീട്ടിൽ പോകും. അതെ, നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നു. അതുകൊണ്ട് എന്നെ കാണുന്നില്ല, ആര്യനെ കാണുന്നു. ഈ ഷെയ്ക്കൊക്കെ മാറ്റി. അതെ. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ. വേറെ പ്ലാനൊന്നുമില്ല. ചായ കുടിക്കണില്ല, ചായ കുടിക്കണം. ഓക്കെ, അതൊരു പ്ലാൻ. മറ്റേത് 2ാമത്തെ പ്ലാൻ. പ്ലാനുകൾ നമുക്ക് പ്ലാൻ ചെയ്യുന്നതൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ?
അങ്ങോട്ട് നമുക്കൊരു വണ്ടി വിളിച്ചാലും ആർഭാടം വേണോ? നല്ല ഫീലിങ്സിലായിരുന്നു ആ ഓട്ടോയിലാണ് ഞാൻ വന്നത്. അത് പോയി. ഇവളിപ്പോഴും ഓട്ടോയിലാണ് വന്നതെന്ന് വിശ്വസിച്ചിരിക്കുകയാണ് guys. നല്ല ഭംഗിയുണ്ട് guys. ആ. നമ്മളിതിന് മുന്നേ 2 പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് അന്നൊന്നും തോന്നാത്തൊരു സൗന്ദര്യം ഇന്ന് തോന്നി. എനിക്കൊന്നു പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും കൊള്ളാം. അത് ഇങ്ങനെ അസൂയാലുക്കൾ പലതും പറയും. ഓ ഇപ്പൊ ഞാൻ ചവിട്ടി. നീ ചാണകം. നീ ചാണകം. ജിതിൻ ചേട്ടൻ്റെ വീട് ഇവിടെയാണോ? ആണോ? ആണ്. കരഞ്ഞൂടാ. പിന്നെ ഇങ്ങനെ മൂപ്പരൊക്കെ ഇവിടെ കാണാത്ര ഭംഗി. ആ അയാൾ എല്ലായിടത്തും ചെയ്യും. അപ്പൊ ബൈ. ഒന്നായി പടവുകളേറുമ്പോ